ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നീലനോട് രുക്മിണി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത ആ മോതിരം ചോദിക്കുകയാണ് വാസന്തി. ആ സമയത്ത് ഡെക്ക് ചിരിച്ചുകൊണ്ട് പറയാണ്, അവർക്ക് മുന്നിൽ വെച്ചിട്ട് മോതിരത്തിൻ്റെ ഭംഗി നോക്കാൻ പറ്റാത്തത് കാരണം ഇപ്പോൾ വന്ന് ചോദിക്കുകയാണല്ലേ, കള്ളി മിണ്ടാതിരിയടാ. ഇപ്പം തന്നെ സ്വർണത്തിന് എന്താ വില? ഈ ഒരു വിലയുള്ള സമയത്ത് അരപ്പവൻ്റെ മോതിരമൊക്കെ അവരെ കൊണ്ട് എങ്ങനെ വാങ്ങാൻ സാധിക്കാനാണ്? അതുകൊണ്ട് ഇനിയൊരു പക്ഷേ ഗോൾഡ് കവറിങ് ആണോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഊരിത്തരാൻ വേണ്ടി പറഞ്ഞത്. അത് കേട്ടപ്പോൾ നീലം പറയുന്നുണ്ട്, അതാണ് ഞാനും വിചാരിച്ചത്. അമ്മ എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടി ആവില്ല ചോദിച്ചിട്ടുണ്ടാവുക എന്ന്. അമ്മ, എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അമ്മ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന്. ഇന്ദുവിനെയും ആ കുടുംബത്തിനെയും നാണക്കേടോടുകൂടിയും അപമാനിച്ചും കൊണ്ട് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ ഇത്ര വലിയ സന്തോഷം കിട്ടുന്നത്? പൊങ്കലിൻ്റെ ചടങ്ങൊന്നും പെണ്ണു വീട്ടുകാർ ചെയ്തില്ല എന്നും പറഞ്ഞ് അമ്മ ബഹളം ഉണ്ടാക്കിയത് ശേഷമാണ് അവർ വന്നത് എന്നാണോ അമ്മ കരുതുന്നത്? അമ്മയ്ക്കിതൊന്നും ഓവറായിട്ട് തോന്നുന്നില്ല? ഇന്നലെ ഇന്ദുവിനെ അത്രയും അപമാനിച്ചിട്ടല്ലേ അമ്മ സംസാരിച്ചത്. ഇന്ന് അവർ വന്നതിന് ശേഷം ആ ചോദ്യം തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ അമ്മയുടെ ഈ മുഖം കൊണ്ട് എങ്ങോട്ട് പോയി ഒളിക്കുമായിരുന്നു? നീലൻ്റെ ശബ്ദത്തിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പല്ല് കടിച്ചുകൊണ്ടാണ് അമ്മയോട് സംസാരിക്കുന്നത്, സംയമനം പാലിച്ചുകൊണ്ടും ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ടും. എന്നിട്ടും അവൻ വാസന്തിയോട് പറയുന്നുണ്ട്, അമ്മ ഇനിയും ഇതിൻ്റെ മേൽ എന്തെങ്കിലും അധികം സംസാരിച്ചിട്ട് എൻ്റെ ദേഷ്യത്തെ പുറത്തു കൊണ്ടുവരിക്കരുത്. രാധികയും വാസന്തിയും ഒന്നും പറയാതെ നീലനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഡെക്ക് പറയുന്നുണ്ട്, അത് കുഴപ്പമല്ല അളിയാ. എന്താ സംഭവം എന്ന് വെച്ചാ ചേച്ചിയുടെ കൂട്ട് ശരിയല്ല. രാധികയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. രാധിക അവിടുന്ന് പറയുന്നുണ്ട്, മമ എനിക്ക് വീട്ടിൽ നിൽക്കുന്നത് തന്നെ വെറുപ്പായിട്ട് തോന്നുവാണ്. അതും പറഞ്ഞിട്ട് നീലം പോവാണ്. ഡാളിയ നിൽക്ക് ഞാനും വരുന്നു എന്നൊക്കെ ഡെക്ക് പിന്നീന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇതുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ തനിച്ച് വിട്ടിട്ട് പോവല്ലടാ, എടാ ഇവരെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക എന്നും പറഞ്ഞിട്ട് ഡെക്ക് അവൻ്റെ പിന്നാലെ പോവാണ്. സൗന്ദര്യ പൊങ്കലിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയെങ്കിലും അവളുടെ മനസ്സ് നിറയെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുമായിരുന്നു. അവളുടെ മനസ്സിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്നുണ്ടായിരുന്നത് അവൾ ദേവൻ്റെ കൂടെ ആ ഹോട്ടൽ മുറിയിൽ ചെന്നതും അവിടെ വെച്ച് അവനവളെ മയക്കിയതും പിന്നീട് റേപ്പ് ചെയ്തതും അതിനുശേഷം ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരികയാണ്. അവസാനമായിട്ട് പ്രഗ്നൻസി കിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും ഞെട്ടിയതും പിന്നീട് ദേവൻ വിളിച്ചിട്ട്, എന്തായാലും നീ ഒരു തവണ എൻ്റെ മുൻകാമുകിയും ഇപ്പോൾ സന്തോഷത്തോടെ മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന പെണ്ണുമായതുകൊണ്ടും ഞാൻ നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നു. അതുപോലെ തന്നെ ഞാനാണെങ്കിലും നിൻ്റെ ആദ്യത്തെ കാമുകനും നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുമാണല്ലോ. അതുകൊണ്ട് എനിക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അതിനുവേണ്ടി നീ എനിക്കൊരു 1,00,000 രൂപ തരണം. ഓർമ്മകളുടെ ലോകത്ത് നിൽക്കുന്ന സമയത്താണ് സൗപർണിക പെട്ടെന്ന് ഞെട്ടിയത്. കാരണം വീട്ടിൻ്റെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ്. അവൾ പോയി വാതിൽ തുറക്കുന്ന സമയത്ത് ശ്യാമാണ് പുറത്തുണ്ടായിരുന്നത്. അവനെ കണ്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു നടന്നു വരികയാണ്. അപ്പോൾ അവൻ പിന്നാലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നല്ല നാളായിട്ട് നീ വാതിലൊക്കെ പൂട്ടിയിട്ട് അകത്തിരിക്കുന്നത്? വീട്ടിലാരും ഇല്ലേ? ഇല്ല. അതെന്താ, അമ്മയും ചെറിയമ്മയ്ക്ക് എങ്ങോട്ട് പോയതാ? അറിയില്ല. നീ എന്താ ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒറ്റ മറുപടി മാത്രം പറയുന്നത്? ചോദിക്കുന്ന എനിക്കൊരു മര്യാദയില്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടല്ല അവർ പോയത്, കടയിലേക്ക് പോവാണെന്നും പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് അത്രേ അറിയുള്ളൂ. അതും പറഞ്ഞിട്ട് സൗപർണിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. സൗപർണിക പോയതിനു ശേഷം ശ്യാമ് ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് ചോദിച്ചതിനാ ഇവളിങ്ങനെ ദേഷ്യത്തോട് സംസാരിച്ചിട്ട് പോകുന്നത്? അപ്പോഴാണ് ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ തന്നെ ശ്യാമിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ടായിരുന്നു. അമ്മ വാ അമ്മ. അപ്പോഴേക്കും ഇന്ദുവും പിന്നാലെ രാജേശ്വരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമിനെ അവർ അഭിവാദ്യം ചെയ്യാണ്. ആ സമയത്ത് രാജേശ്വരി പറയുന്നുണ്ട്, കൃത്യസമയത്ത് തന്നെയാണ് മരുമോനും വീട്ടിലുണ്ടായത്. മോൻ എപ്പോഴാണ് വന്നത്? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ അമ്മ. സൗപർണിക വീട്ടിലില്ലേ? ഭക്ഷണം കഴിച്ചോ മോന്? അവളോട് മോന് ഭക്ഷണം എടുത്തു തരാൻ പറഞ്ഞൂടായിരുന്നോ? അല്ല അമ്മ, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചോളാന്ന് പറഞ്ഞതാണ്. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവളെ കുറ്റപ്പെടുത്തില്ല ശ്യാമ്. ഇന്ദു, നീ പോയിട്ട് താമ്പാലത്തട്ടൊക്കെ എടുത്തിട്ട് വാ. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് ഇന്ദു താമ്പാലത്തട്ട് എടുക്കാൻ പോവുകയാണ്. അവളുടെ വീട്ടിൽ പൊങ്കലിൻ്റെ ചടങ്ങ് നടന്നതുപോലെ തന്നെ ശ്യാമിന് പൊങ്കലിനുള്ള ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ദു ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവളെ വിളിക്ക്. രുക്മിണി പറഞ്ഞപ്പോൾ രാജേശ്വരിയാണ് വിളിക്കുന്നത്. സൗപർണിക ഇങ്ങോട്ട് വാ. എന്താ ചെറിയമ്മേ? ഇങ്ങോട്ട് വാ. എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ചടുത്ത് നിൽക്കുകയാണ്, ശ്യാമും സൗപർണികയും. അപ്പോൾ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ഇന്ദു അകത്ത് പോയിട്ടാണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോനെ സൗപർണിക, രണ്ടുപേരും ചേർന്ന് നിന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കോ. ഇതൊക്കെ എന്താ അമ്മ? ഇത് പൊങ്കലിനുള്ള സ്ത്രീധനാണ് മോനെ. അമ്മ, ഞങ്ങളോട് എന്തിനാ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ? ഞാനെന്താ വേറൊരു അന്യനായ വ്യക്തിയാണോ? ഞാൻ ഈ വീട്ടിൽ നിങ്ങളെ മോനെ പോലെ തന്നെ കഴിയുന്ന ഒരാളല്ലേ? എന്നാലും ചടങ്ങ് എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ. ഇന്ദു, ആ കവറിൽ മോതിരമുണ്ട്, അത് എടുത്തതാ.
രണ്ടുപേരോടും ചേർന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറയാണ്. അതിനകത്ത് മോതിരം ഉണ്ടായിരുന്നു, അത് ശ്യാമിനോട് എടുത്ത് അണിയാൻ പറയാണ്. അതിൽ നിന്ന് മോതിരത്തിന്റെ ആ ബോക്സ് എടുത്ത് നോക്കിയിട്ട് ശ്യാം ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു അമ്മ, അത് എങ്ങനെ ആവശ്യമില്ലാതാവും മോനെ? അപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, എങ്ങനെയാണ് ഇങ്ങനെ രണ്ടുപേർക്കും മോതിരം വാങ്ങിക്കാനും ഇങ്ങനെയുള്ള ചടങ്ങുകൾ ചെയ്യാനുള്ള കാര്യത്തിനൊക്കെ എവിടെ നിന്ന് അമ്മയ്ക്ക് പണം കിട്ടിയത്? ഇന്ദു, എൻ്റെ വള പണയം വെച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ, അതിൻ്റെ 1 ലക്ഷം മുഴുവൻ അമ്മ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ. മൊത്തത്തിൽ ഞാനത് 2 ലക്ഷത്തിനാണ് പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പൊങ്കലിന് സ്ത്രീധനം തരാൻ വേണ്ടി ആ 1 ലക്ഷം ഞാൻ അപ്പം തന്നെ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു മോളെ. ശ്യാമിന് ചടങ്ങ് ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എനിക്കെന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്തത്? ഇതൊക്കെ അനാവശ്യ ചെലവല്ലേ? അനാവശ്യ ചെലവോ? ആ വള അലമാരയിൽ വെറുതെ കിടന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല, പക്ഷേ ഇന്നിപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടില്ലേ? എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തരുമ്പോഴാണ് എനിക്കത് സന്തോഷം തരുന്നത്. എന്നാലും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അമ്മ? ശ്യാമ ചോദിക്കുന്നുണ്ട്. അയ്യോ മിണ്ടാതിരിക്കും മരുമോനെ. രാജേശ്വരി പറയാണ്, എപ്പോഴായാലും നിങ്ങൾക്ക് ഞാൻ തരേണ്ടതാണല്ലോ, എങ്കിലും ഞാൻ ഉള്ള കാലത്ത് തന്നു കഴിഞ്ഞാൽ എനിക്കും അതൊരു സന്തോഷം തന്നെയല്ലേ. ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്തു എന്നൊരു സന്തോഷവും എനിക്കുണ്ടാവുമല്ലോ മോനെ. അമ്മ എന്നാലും അത് വേണ്ടിയിരുന്നില്ല. ഇന്ദു പറയാണ്, ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട മോളെ, ഇപ്പം ഞാനത് ചെയ്തത് കൊണ്ട് നീലൻ്റെ വീട്ടിൽ മോൾക്കൊരു വില കിട്ടിയില്ലേ? അതുമാത്രമല്ല, ശ്യാം എൻ്റെ മകനായിട്ടാണ് ഈ വീട്ടിൽ ജീവിക്കുന്നതെങ്കിലും തലപ്പൊങ്കൽ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. സൗപർണിക, നിനക്ക് സാരി ഇഷ്ടപ്പെട്ടോ നോക്കുമോളെ? അമ്മ, സാരിയും മോതിരവും നന്നായിട്ടുണ്ടമ്മ. അപ്പോഴേക്കും സൗപർണികയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരുടെ ഫോൺ അടിയുന്നുണ്ടല്ലോ. ഏട്ടത്തി, അത് എൻ്റെ ഫോണാണ്. അപ്പോൾ അവളത് കാര്യമാക്കുന്നില്ല. പക്ഷേ രണ്ടാമത് വീണ്ടും റിങ് ചെയ്തപ്പോഴേക്കും ഇന്ദു തന്നെയാണ് പറയുന്നത്, സൗപർണിക ആരോ അത്യാവശ്യക്കാരാണെന്ന് തോന്നുന്നു, നീ പോയിട്ട് ഫോൺ എടുക്ക്. എങ്കിൽ ഞാൻ അകത്ത് പോയിട്ട് ഫോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സൗപർണിക അകത്തേക്ക് പോവാണ്. അകത്ത് പോയിട്ട് ഫോൺ നോക്കുന്ന സമയത്ത് ദേവൻ്റെ കോളാണ്. അത് കണ്ടപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, അയ്യോ എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ആഹാ കൊള്ളാലോ, സാധാരണയായിട്ട് എൻ്റെ നമ്പറിൽ നിന്ന് ഫോൺ കണ്ട് എടുക്കാതെയും മറ്റേതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാറുള്ളതാ. ഇന്നെന്താ മടിയില്ലാതെ എൻ്റെ നമ്പറിൽ നിന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തത്? അതിനർത്ഥം എന്തോ ഒരു നല്ല കാര്യം ഉണ്ടെന്നാണല്ലോ. സൗപർണയാണെങ്കിൽ പേടിച്ച് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഒന്നാമത് ഇന്ദു കൂടി വന്നതോടെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ശബ്ദം താഴ്ത്തി പതുങ്ങിയാണ് സംസാരിക്കുന്നത്. ഏയ്, നീ എന്ത് തമാശ കളിക്കുകയാണോ? സത്യമായിട്ടും ഇല്ല. അതെങ്ങനെ 1 ലക്ഷം രൂപ അത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും? അപ്പോൾ പണം റെഡിയാക്കിയില്ലേ? വന്ന് എൻ്റെ സംസാരത്തിന് ഇപ്പോൾ നീ ഒരു വിലയും തരുന്നില്ല, അങ്ങനെയല്ലേ സൗപർണിക? അയ്യോ, നീ അല്ലേ ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം രൂപ തരാൻ പറഞ്ഞത്? അതെ, ഇന്നോ നാളെയോ തരണമെന്ന് പറയാൻ ഞാനെന്താ കഠിന ഹൃദയമുള്ള ഒരുത്തനാണെന്നാണോ നീ കരുതിയത്? അല്ലെങ്കിൽ പിന്നെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? സൗപർണിക, നിന്റെ മേലെ എനിക്ക് എപ്പോഴും ഒരു കരുതലുണ്ട് സൗപർണിക. പക്ഷേ ഒരാഴ്ച സമയം തന്നു എന്ന് കരുതി 7ാമത്തെ ദിവസം 23ാമത്തെ മണിക്കൂർ 59ാമത്തെ നിമിഷം ആവണമെന്നൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ ഞാൻ ചോദിച്ച 1 ലക്ഷം രൂപ നീ തരുന്നുവോ ആ നിമിഷം മുതൽ നീ പിന്നെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ് സൗപർണിക. ഇവൻ എപ്പോഴാണ് വിളിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക, ഇത് ചിന്തിച്ച് നീ വിഷമിക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ് സൗപർണിക. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആ പണം തന്നിട്ട് നീ സമാധാനത്തോടെ ജീവിച്ചോ എന്ന് ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് നോക്ക്, നീ കരുതുന്നത് പോലെ അത്രയും പണം എൻ്റെ കയ്യിലില്ല. ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് അത്രയും പണം റെഡിയാക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ദേവൻ്റെ ടോണ് മാറുകയാണ്. സാധിക്കണം സൗപർണിക, സാധിക്കണം. ഇതല്ലാതെ മറ്റു വഴിയൊന്നും നിനക്ക് മുൻപിലില്ല. നീ എൻ്റെ അടുത്ത് അകപ്പെട്ടതുപോലെ ഞാൻ മറ്റൊരാളുടെ അടുത്ത് അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിനക്ക് തന്നതുപോലെ 7 ദിവസത്തെ സമയമാണ് അവരെനിക്ക് തന്നിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് ആ പണം എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ. സൗപർണിക ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുവാണ്. നിനക്ക് തന്നെ നന്നായിട്ടറിയാം ഞാൻ പണത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന്. ദേവൻ്റെ വാക്കുകൾ സൗപർണികയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് എന്നെ പറ്റിച്ചിട്ട് പോകാനുള്ള ഒരു കാരണവും നീ ചിന്തിച്ചു കൂട്ടേണ്ട, അത്രയേ പറയാനുള്ളൂ. ദേവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞ് നിന്നെ നാണം കെടുത്തി നാട്ടുകാർക്ക് മുന്നിൽ അപമാനിച്ച് നിർത്തിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. എത്രയും പെട്ടെന്ന് ആ പണവും തന്ന് എന്നെ പറഞ്ഞു വിട്ടാൽ പിന്നെ നിനക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ശല്യവും ഇല്ല. ആ പണം തന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അവസാനിക്കും. പക്ഷെ നിൻ്റെ ജീവിതമോ സൗപർണിക, നിൻ്റെ ജീവിതം നീ ആഗ്രഹിക്കുന്നതിലും സന്തോഷം നിറഞ്ഞതായിരിക്കും. ദേവൻ്റെ ഓരോ വാക്കുകളും സൗപർണികയെ കീറി മുറിക്കുന്നതായിരുന്നു. അവൾ മനസ്സുകൊണ്ട് പൊട്ടിക്കരയുവാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പണം തന്നെ എന്നെ ഒഴിവാക്കാൻ നോക്ക്. അപ്പോൾ കരഞ്ഞുകൊണ്ട് സൗപർണിക പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാം. അപ്പോഴേക്കും ദേവൻ വീണ്ടും
പഴയ റൂട്ടിൽ തന്നെ വരികയാണ്. അയ്യോ കണ്ടില്ലേ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും തന്നെ നിനക്ക് പേടിയാവുന്നത്. ആ സമയത്ത് സൗപർണിക കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടക്കുവാണ്. നീ കരയുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാവുകയാണ് സൗപർണിക. പണം പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സമ്പാദിക്കാം, പക്ഷെ ജീവിതം പോയി കഴിഞ്ഞാൽ അത് സൗപർണികയ്ക്കുള്ള ഭീഷണിയായിരുന്നു. പിന്നീട് ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ശരി, ഇനിയും 4 ദിവസം ഇല്ലേ, അപ്പോഴേക്കും എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ പണം തന്നോളാം. അത് ബുദ്ധിശാലിത്തം എന്നും പറഞ്ഞിട്ട് ദേവൻ വിജയിച്ച മട്ടിൽ കോള് കട്ട് ചെയ്തിട്ട് ചിരിക്കുകയാണ്. പക്ഷേ സൗപർണികയാണെങ്കിൽ കോള് കട്ട് ചെയ്തതും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ തിരിയുന്ന സമയത്താണ് അവൾ കാണുന്നത്, അവൾക്ക് പിന്നിൽ ഇന്ദു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. താൻ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ ഏട്ടത്തി കേട്ടു എന്ന് സൗപർണികയ്ക്ക് മനസ്സിലായി. അവളുടെ കണ്ണിൽ ആ ഒരു പരിഭ്രമവും ഭയവും നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ദുവിന് മുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൾ മുഖം തിരിച്ചു വെക്കുകയാണ്. ഏട്ടത്തി ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൗപർണിക? അത് എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഏട്ടത്തി. പക്ഷേ എന്തോ ടെൻഷനായിട്ട് സംസാരിച്ചതുപോലെയാണല്ലോ തോന്നിയത്. എന്താ നിന്റെ മുഖമൊക്കെ വേർതിരിക്കുന്നത്, കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ? അത് കേട്ടപ്പോൾ കണ്ണ് തുടച്ചുകൊണ്ട് സൗപർണിക പറയാണ്, എൻ്റെ ഫ്രണ്ട് ഒരാൾ ഹോസ്പിറ്റലിലാണുള്ളത്, അർജൻറ്റായിട്ട് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളോട് ചോദിച്ചാൽ നമ്മളുടെ അടുത്തെന്താ അതിനും മാത്രം പണമുണ്ടോ അവൾക്കങ്ങ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി? അതാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തത്. ഏട്ടത്തി അതൊക്കെ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് സൗപർണിക പുറത്തേക്ക് ഇറങ്ങി പോവാണ്. സൗപർണിക പോയെങ്കിലും ഇന്ദു മുറിയിൽ തന്നെയാണുള്ളത്. സൗപർണിക നേരെ പോയത് അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ്, അതായത് ശ്യാമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ രുക്മിണി ചോദിക്കുന്നുണ്ട്, ആരാടി ഫോണിൽ? അതെൻ്റെ ഫ്രണ്ടാണമ്മ. പക്ഷേ ഇന്ദു മുറിയിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവള് സംസാരിച്ചതൊക്കെ നോക്കുമ്പോൾ ഇവള് ഫ്രണ്ടിനോട് സംസാരിച്ചതുപോലെ തോന്നുന്നില്ല. അവൾ ആകെ പതർച്ചയോട് കൂടിയാണ് സംസാരിക്കുന്നത്. ഇന്ദു മുറിയിൽ നിന്നും പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ശാലിനി വരുന്നുണ്ടായിരുന്നു. ഏട്ടത്തി എപ്പോഴാണ് വന്നത്? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. നീ എവിടെ പോയതായിരുന്നു? ഞാൻ അടുത്ത വീട്ടിൽ ദേവതി ചേച്ചി ശർക്കര പൊങ്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാൻ വിളിച്ചിട്ട് അവിടെ പോയിട്ട് കുട്ടികളുടെ കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്ത് വിശേഷം? സൗപർണികയ്ക്കും ശ്യാമോനും ഇന്ന് പൊങ്കലിനുള്ള സ്ത്രീധനം കൊണ്ടുവന്ന് കൊടുത്തതാണ്, നീയും എടുത്തു നോക്ക്. സൂപ്പർ സൂപ്പർ. ചേച്ചി, ഈ പൊങ്കലിന് ശേഷം ശാലിനിയെ ചോദിച്ചുകൊണ്ട് വന്ന ഒരാളുണ്ടായിരുന്നില്ലേ, അവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞാലോ? രാജേശ്വരി പറഞ്ഞത് കേട്ടതും ശാലിനി ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇന്ദുവാണ് ചോദിക്കുന്നത്, എന്ത്, ശാലിനിക്ക് ഇപ്പം തന്നെ കല്യാണോ? അങ്ങനെ ചോദിക്കേട്ടത്തി. ഞാനാണെങ്കിൽ ഇപ്പോഴേ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. ജോലിക്ക് പോയി സമ്പാദിച്ച് എന്തെങ്കിലും അമ്മയെ സഹായിക്കാമെന്ന് കരുതുന്ന സമയത്ത് ചെറിയമ്മ എന്നെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ച് അവിടുത്തെ അടുക്കള കരിയാക്കാൻ ശ്രമിക്കുകയാണോ? ചോദിച്ചു നോക്കേട്ടത്തി. ശാലിനി പലപ്പോഴേക്കും രാജേശ്വരി പറയുന്നുണ്ട്, എന്തിനാടി പെണ്ണ് സമ്പാദിച്ചിട്ടാണ് ആ വീട് കഴിയുന്നതെന്ന് നാട് മുഴുവൻ പാടി നടക്കാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാട്ടുകാർ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അത് കേട്ടതും രാജേശ്വരി മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി വിട്ടേക്ക് ചെറിയമ്മേ, അവള് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയല്ലേ, അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവളുടെ ആഗ്രഹം നമ്മൾ എന്തിനാ കളയുന്നത്? അപ്പോഴാണ് ശാലിനിക്ക് ചെറുതായിട്ടൊരു സമാധാനമായത്. രുക്മിണിക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ശാലിനിയെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മകളെ ചേർത്ത് പിടിക്കുകയാണ്. ശാലിനി ഇങ്ങനെ പരിഭവത്തോടെ നിൽക്കുന്നുണ്ട് ചെറിയമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പോയ വീട്ടിലേക്ക് ചടങ്ങ് നടത്താൻ മാത്രമേ നേരം കാണൂ. അവളുടെ ആഗ്രഹം പോലെ എപ്പോഴാണ് കല്യാണം നടക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം നടത്തി കൊടുത്താൽ മതി. താങ്ക്സ് ഏട്ടത്തി. ഏട്ടത്തിയാണ് എൻ്റെ ഏട്ടത്തി. അവൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇന്ദുവിൻ്റെ ടെൻഷൻ മുഴുവൻ സൗപർണികയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. അവളുടെ മുഖത്തും നല്ല പകർച്ചയും ടെൻഷനും ഉണ്ടായിരുന്നു, പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും. അരവിന്ദിൻ്റെ ഫോണിലേക്ക് ശാലിനിയുടെ കോൾ വന്നപ്പോൾ അവൻ ഒത്തിരി സന്തോഷമാവാണ്. എടുത്തിട്ട് അവനത് പറയുകയും ചെയ്തു. ആഹാ, ഇത് നല്ല ആശ്ചര്യമാണല്ലോ. ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നീ ഫ്രീ ആകുമ്പോൾ വിളിച്ചോ, ഞാൻ ഫോൺ വെക്കാണ്. അയ്യോ പ്ലീസ് 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 വെക്കല്ലേ. എന്തിനാ വിളിച്ചത് അത് പറ. എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണക്കാര്യം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. സോ 2 കൊല്ലത്തേക്ക് നോ ടെൻഷൻ. ശാലിനി പറഞ്ഞത് കേട്ടതും അരവിന്ദിന് സന്തോഷമായി. എങ്ങനെയോ എൻ്റെ ഏട്ടത്തിയെ കിട്ടിയപ്പോൾ ഞാൻ ഈ വിഷയം അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തു. വാവ് സൂപ്പർ. ഇപ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലോക്ക് മാറിക്കിട്ടിയത്. നിൻ്റെ വീട്ടിൽ നിൻ്റെ കല്യാണക്കാരി എടുത്തിട്ടെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഉറക്കം തന്നെ ശരിക്കും വരാറുണ്ടായിരുന്നില്ല. ശരിക്കും നിൻ്റെ മേൽ സത്യം, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ടുണ്ടായിരുന്നെന്ന് കരുതിക്കോ. അപ്പോൾ ശാലിനിയും തിരിച്ച് ചോദിക്കുകയാണ്, ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ പിടിച്ച് കറക്ക്. അയ്യോ അതെങ്ങനെ? ഈ ലോകത്ത് ഏറ്റവും വലിയ മായാജാലം എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ മനസ്സാണ്. ആഗ്രഹിച്ച നിമിഷം തന്നെ എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ അടുത്തുള്ളതാണെന്ന് കരുതിയിട്ട് എന്നെ എടുത്ത് വട്ടം കറക്കിക്കോ. ദാ ഇപ്പം തന്നെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അരവിന്ദ് ചാടി എഴുന്നേക്കുവാണ്.
എന്നിട്ട് അവൻ തന്നെ അവൾ കൈക്കുള്ളിലുള്ളതുപോലെ കൈവച്ചിട്ട് ചുറ്റിയിട്ട് പറയാണ്, ശാലിനി, ഐ ലവ് യു ശാലിനി. അത് കേട്ട് ശാലിനി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ നിമിഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നിൽക്കുന്ന മനുഷ്യൻ ഞാനാണ് എന്ന് പറഞ്ഞ് അവൻ അലറിക്കൊണ്ട് പറയാണ്. ആ സമയത്താണ് മണ്ടോദരി വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വരുന്നത്. പെട്ടെന്ന് അമ്മയെ കണ്ടപ്പോൾ ഫോണിൽ ശാലിനിയാണെന്ന് കൂടി ഓർത്തപ്പോൾ അരവിന്ദ് പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ മണ്ടോദരി അവനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ റൂമിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ശബ്ദത്തോടെ സംസാരിക്കുന്നത്? മറുതലക്കിൽ ശാലിനിയാണെങ്കിലും മണ്ടോദരിയുടെ ശബ്ദം കേട്ടപ്പോൾ ആകെ പരിഭ്രമിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദ് പ്രശ്നം ലഘൂകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അമ്മ അതൊന്നുമില്ല അമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നോ? നീ അലറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, തിരിച്ച് മണ്ടോദരി പറയാണ്. അത് കേട്ട് അരവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മണ്ടോദരി തിരിച്ച് അവനോട് ചോദിക്കുന്നത്, ഇത്രമാത്രം ശബ്ദത്തിൽ നീ സംസാരിക്കാൻ നിൻ്റെ ഫോണിൽ ആരായിരുന്നു? അത് കേട്ട സമയത്ത് മറുതലക്കൽ ശാലിനിയും ഇവിടെ അരവിന്ദും പേടിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.